പ്ലസ് ടു കഴിഞ്ഞ ശേഷം പോയി? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐസറി ജോയിൻ ചെയ്തു. ഇപ്പോൾ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ റിസർച്ച് ബേസ്ഡ് ആയിരുന്നു ഐസർ, ഭോപ്പാലിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തോട്ട് PhDക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു, സെലക്ട് ആയി. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 2 മാസമായിട്ടുള്ളൂ. 2 മാസമായിട്ടുള്ളൂ. ഓക്കെ. എവിടെ വെച്ചാൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയത്? ഇന്റർവ്യൂ നാട്ടിൽ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. അത് ഏത് യൂണിവേഴ്സിറ്റി വഴി? UAB. നമുക്കിങ്ങനെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും വേക്കൻസി, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒറിജിനൽ ആണോ വല്ല ഫേക്ക് ആണോ അങ്ങനെ വല്ലതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ടെൻഷൻ. ലൈക്ക് നമ്മൾ ഓൾറെഡി നമുക്ക് ഐസറിലായതുകൊണ്ട് നമുക്കറിയാം, ഈ പ്രൊഫസറെയൊക്കെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പം അഡ്വർടൈസ്മെന്റ്സ് കാണുമ്പോൾ നമുക്കറിയാം ജെന്യുവിൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയായിരിക്കും. ഈ ഫീൽഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നെ ലോൺ അങ്ങനെ സ്റ്റുഡന്റ് ലോൺ വഴിയൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു? അല്ലല്ല, ഇത് ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാമാണ്. നമ്മളെ കൊണ്ടുവന്നുള്ളവർ എല്ലാം ഫണ്ടഡ് ആണോ? താങ്ക് യു. അപ്പോൾ മോളുടെ പേരെന്താണ്? പ്രവീണ. മാസ്റ്റേഴ്സ് പഠിക്കുമായിരുന്നു ഞാൻ. ബാച്ചിലേഴ്സ് ഇൻ ആർക്കിടെക്ചർ ഞാൻ ബാംഗ്ലൂരിലാണ് ചെയ്തത്. പിന്നെ ഒരു റെഫറിൽ എനിക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചാൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ജോബിന് ഇവിടെ തന്നെ കയറി. 2 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ജോബിൽ. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ബാർസലോണ വന്നിട്ടൊരു 3 മാസം. വെരി ഫ്രഷ്. മദ്രീദിൽ 2-3 വർഷം ഉണ്ട്. മദ്രീദിൽ ഉണ്ടായിരുന്നു, ഓൾറെഡി സ്പെയിനിലുണ്ട് ഇവിടെ. അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഏത് വർഷമാണ് ഇവിടെ എത്തിയത്? എനിക്ക് നേരത്തെ ഫാമിലി വിസ ഉണ്ടായി. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ 18 ആയിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായി. പക്ഷെ ഞാൻ നാട്ടിലാണ് പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ ഇവിടെ വന്നു. പഠനം എല്ലാ നാട്ടിലായിരുന്നു. പാരന്റ്സ് ഇവിടെ അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് വിസ പ്രോസസ് ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാർഡും അതെ എനിക്ക് പെട്ടെന്ന്. ഓക്കെ. താങ്ക് യു.